അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് വലിയ സന്തോഷവും സമാധാനവും നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു അമൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നത്. ഒരാളുടെ സ്വഭാവം സൽസ്വഭാവമാക്കാൻ, ആ സ്വഭാവം നന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അമലാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഒരാളുടെ സ്വഭാവം നന്നാക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കൊരാളുടെ സ്വഭാവം നന്നാക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. പക്ഷേ ഖാലിഖായ റബ്ബ് തീരുമാനിച്ചാൽ ഒരാളുടെ സ്വഭാവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നാക്കിയെടുക്കാൻ പറ്റും. ഒരാളുടെ സ്വഭാവം അള്ളാഹുവിൻ്റെ തീരുമാനത്തോടുകൂടി, അള്ളാഹു വിചാരിച്ചാൽ ഒരാളുടെ സ്വഭാവം നന്നാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു തീരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഒരാളുടെ സ്വഭാവം നല്ല സ്വഭാവമാക്കി മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു കളം പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. ഒരു ഇസ്മ, പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട നല്ല പവർഫുള്ളായ ഒരു ഇസ്മാണത്. ആ ഇസ്മും അത് ചൊല്ലേണ്ട രീതിയും അതിൻ്റെ കളവും ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. ഒന്ന് സ്വഭാവം നന്നാക്കാൻ. ചില ഭർത്താക്കന്മാരുടെ മോശപ്പെട്ട സ്വഭാവം, ഭാര്യമാരുടെ മോശപ്പെട്ട സ്വഭാവം, അങ്ങനെ വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അല്ലേ? ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ദേഷ്യപ്പെടുക, നമ്മളെ മാനം കെടുത്തുക, അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, മക്കളുടെ ഇടയിലിട്ടിട്ട് ഉപ്പ ഉമ്മാനെ തല്ലുക, അല്ലെങ്കിൽ മക്കളുടെ ഇടയിൽ വെച്ചിട്ട് ഉമ്മാനെ ചീത്ത പറയുക, അല്ലെങ്കിൽ മക്കളുടെ ഇടയിൽ വെച്ചിട്ട് ഉമ്മ ഉപ്പാനെ ചീത്ത പറയുക, ഭർത്താവിനൊരു വില കൊടുക്കാതിരിക്കുക. ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏതൊക്കെ സ്വഭാവങ്ങളുണ്ടോ മരുമക്കളിൽ നിന്ന്, അമ്മായിമ്മയിൽ നിന്ന്, സ്വന്തം ഉമ്മായിൽ നിന്ന്, ഉപ്പായിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, ആരൊക്കെയുണ്ടോ അവരിൽ നിന്നൊക്കെ ഇതൊന്നും മാറി നല്ല റാഹത്തും സന്തോഷവുമുള്ള ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവമായി മാറാൻ ഞാൻ ഈ പറയുന്ന കളം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്വഭാവം മോശമായ ഭർത്താവിൻ്റെയും മക്കളുടെയും സ്വഭാവം ശുദ്ധീകരണത്തിന് വളരെ ഫലപ്രദമാണ് നമ്മളുടെ ഈ ഒരു അമൽ. മക്കളൊക്കെ ചിലപ്പോൾ തെറി പറയുന്നവരുണ്ടാവാം അല്ലേ? വളരെ മോശമായിട്ട് ആൾക്കാരുടെയൊക്കെ നമുക്ക് ഇതിൻ്റെ കുട്ടിയാണ്, എൻ്റെ മോനാണെന്ന് പറയാൻ വരെ മടിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. അപ്പോൾ അത്തരം മോശമായ മക്കളുടെയും ഭർത്താവിൻ്റെയൊക്കെ സ്വഭാവം നന്നാക്കിയെടുക്കാനാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത്. പിന്നെ പറയുന്നത് ഈ ദിക്ർ പതിവാക്കിയാൽ. ദിക്ർ ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ പറയുന്ന ഈ ഒരു ദിക്ർ പതിവാക്കിയാൽ അള്ളാഹു അവനിലെ മോശം വികാര ചിന്തകളെ അള്ളാഹു അത് ശമനം കൊടുക്കും. മോശം വികാരമായ ചിന്തകൾ, അതേത് വികാരവും പറ്റും. മോശപ്പെട്ട ഒരാളുടെയൊക്കെ ഇറങ്ങാൻ പറ്റാത്ത പല സ്വഭാവം ഉണ്ടാവും. ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, എൻ്റെ ഭർത്താവിന് മോശപ്പെട്ട സ്വഭാവമാണ്, ഏതെങ്കിലും സ്ത്രീയെ കാണുമ്പോൾ തന്നെ ഒരു ഇളക്കാണ് ഉസ്താദെ എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള മോശം വികാരമായ ചിന്തകളെ, ആ വികാരങ്ങളൊക്കെ അടക്കി നിർത്താനും ക്ഷമിക്കാനൊക്കെ ഈ ഒരു അമൽ ഉപയോഗപ്പെടും. ഈ ഒരു ദിക്ർ ധാരാളമായി ചെയ്യുന്നത് ഉപയോഗപ്പെടും, ചൊല്ലുന്നത് ഉപയോഗപ്പെടും. അതേപോലെ തന്നെ പറയുന്നു, ഒരാൾ വെള്ളിയാഴ്ച ഇതിൻ്റെ കളം എഴുതിയാൽ, അത് ഉപയോഗപ്പെടുത്തിയാൽ ജനങ്ങൾ അയാളെ പ്രിയം വെക്കും. അതായത് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു മതിപ്പ്, ഒരു പ്രശംസയൊക്കെ ലഭിക്കും. പല ആളുകളും അനുഭവിക്കുന്നതാണ് എന്ത്? നമുക്ക് കുടുംബത്തിലൊരു വില ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ വില ഉണ്ടാവില്ല, എപ്പോഴും പുച്ഛിച്ചു കൊണ്ടായിരിക്കും ചില ആളുകൾ അല്ലേ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളോട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളോടൊരു പ്രത്യേക സ്നേഹവും ബഹുമാനമൊക്കെ തോന്നാൻ ഈ ഒരു അമൽ, ഈ ഒരു ഇസ്മിൻ്റെ കളം നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പറയുന്നു, ഒരാൾ ഞാൻ ഈ പറയുന്ന ഇസ്മ, നമ്മളുടെ പ്രധാനപ്പെട്ട ഈ ഇസ്മ ധാരാളം ചൊല്ലിയാൽ പല വിജ്ഞാനങ്ങളും അവനിലേക്ക് അവൻ്റെ നാവിലൂടെ ഒഴുകും. പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടും. എന്തെങ്കിലും നാലാളുകളെ മുന്നിൽ നിർത്തി സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ കുടുംബത്തിലാണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കും. നമ്മളിങ്ങനെ പറയുമ്പോൾ അവൾ പറയണത് നമുക്ക് തൽക്കാലം ഒന്ന് കേൾക്കാം, അല്ലെങ്കിൽ അവൾ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ അവൻ പറയണത് ശരിയാണ്. ഇങ്ങനെ മറ്റുള്ള ആളുകൾ അംഗീകരിക്കും നമ്മളുടെ നാവിലൂടെ. പൊട്ടത്തരങ്ങളൊന്നും പറയാതെ നല്ല ചില ആൾക്കാർ അങ്ങനെ ശ്രദ്ധിച്ചിട്ടോ,
എപ്പോഴും പൊട്ടത്തരം പറഞ്ഞുകൊണ്ടേക്കാരം. ചിലപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും പറയുകയാരം, പക്ഷെ അത് പൊട്ടത്തരായിട്ട് മാറും. ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അമൽ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പറയുന്നു, ഇതിൻ്റെ ഞാൻ ഈ പറയുന്ന ഇസ്മിൻ്റെ കളം എഴുതിയിട്ട് ഒരുവൻ അത് ചുമന്നാൽ കയ്യിൽ വെക്കുക, അരയിൽ കെട്ടുക, എന്തും പറ്റും. ചുമന്നാൽ അവൻ സ്ഥിരമായ തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്നവനാണെങ്കിൽ, സ്ഥിരമായ തെറ്റെന്ന് പറയുമ്പോൾ ഒന്ന് കള്ള്, അതേപോലെ തന്നെ പെണ്ണ്, കഞ്ചാവ്, ലഹരി, എന്തൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തെറ്റുകളുണ്ടോ. പല ആളുകളും പറയും, ഉസ്താദിൻ്റെ ഭർത്താവ് ഭയങ്കര ലഹരി ഉപയോഗമാണ്, അതൊന്ന് നിർത്തി കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എൻ്റെ മകൻ പല ആളുകളോടും പെൺകുട്ടികളോടും മോശമായിട്ട് എപ്പോഴും പെരുമാറുകയാണ്, അവനെക്കുറിച്ച് എപ്പോഴും കംപ്ലൈൻ്റ് ആണ്, ഇതിനെന്തെങ്കിലും പരിഹാരം? ഇങ്ങനെ പല ആളുകളും ചോദിക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത്തരം സ്ഥിരമായ തെറ്റുകളിലൂടെ കഴിഞ്ഞു പോകുന്ന ഏതെങ്കിലും ഒരാളാണ് ഇത് എഴുതി ചുമക്കുന്നത് എന്നുണ്ടെങ്കിൽ അവനെ അള്ളാഹു പരിശുദ്ധനാക്കി മാറ്റും. താണ്ട് എഴുതി കെട്ടുമ്പോഴത്തേനും പരിശുദ്ധനാക്കി മാറ്റി. ഇതിൽ വിശ്വാസം വേണം. ഇതിൽ ഈ ഒരു അസ്മാഉൽ ഹുസ്നയിലെ ഈ ഒരു ഇസ്മിന് ഒരു വിശ്വാസം നമ്മൾ വേണം. അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസം അർപ്പിക്കണം. മനസ്സിലായോ? അടുത്തതായിട്ട് പറയുന്നത്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ 2 സ്ഥലങ്ങളിലാണ് ഈ ഇസ്മ വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്ന ഇസ്മ അത് മറ്റേതുമല്ല, പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ യാ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. യാ ഖുദ്ദൂസു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര സമയം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇതിൻ്റെ കളം, ഒരു മനുഷ്യൻ 170 തവണയാണ് ഇത് പതിവാക്കേണ്ടത്. ഇത്രയും ആനുകൂല്യങ്ങൾ റബ്ബിൽ നിന്നും കിട്ടാൻ വേണ്ടി ഒരു മനുഷ്യൻ 170 തവണ ഇത് പതിവാക്കിയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവന് നേടിയെടുക്കാൻ പറ്റും, അതിലൊരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് ഇനി ഞാനൊരു കളം നിങ്ങളെ പരിചയപ്പെടുത്താം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കളം, ഇത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റും. എഴുതിയിട്ട് നല്ല വൃത്തിയോടുകൂടി, നല്ല ബിസ്മിയൊക്കെ ചൊല്ലി, നല്ല ഒളുവൊക്കെ എടുത്ത് നല്ല വൃത്തിയോടുകൂടി ഈ കാണുന്ന കളം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഒരു പേപ്പറിൽ കറുപ്പ് മഷി പെന്ന് കൊണ്ട് എഴുതാം. എഴുതിയിട്ട് നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാം? നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാം. കിടക്കുമ്പോൾ നിങ്ങളുടെ തലയണയുടെ അടിയിൽ സൂക്ഷിക്കാം. ഇതൊക്കെ ഇതിന് ചെയ്യാൻ പറ്റുന്നതാണ്. ചികിത്സ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് തുറാബി കളമാണ്. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ചെയ്യുന്ന ആളുകളുടെ എന്തൊക്കെ ഉദ്ദേശങ്ങളാണോ അത് അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. സ്വഭാവങ്ങളൊക്കെ അള്ളാഹു നന്നാക്കി നല്ല റാഹത്തും സന്തോഷവും തരട്ടെ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ എങ്ങനെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.